ദേവച്ചേ, വെറുതെ കണ്ണനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും വരില്ലേ? കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയാനുള്ളത് നീ അവനോട് അങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് നീ അത് എന്നെ അറിയിച്ചാൽ മതി. അപ്പോഴേ അവൻ ഇനി കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരോട് പറയണം. എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വന്നാൽ മതി എന്നെ അറസ്റ്റ് ചെയ്യാൻ. മോളെ, ഇവൻ മനഃപൂർവ്വം അല്ല മോളെ അന്ന് വണ്ടി കൊണ്ടിടിച്ചത്. അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാ. റോഡിൽ തന്നെ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നു. അതുപോലെ ഒരു അപകടമായിരുന്നു അതും. ആര് പറഞ്ഞു അത് അപകടമായിരുന്നു? അങ്ങനൊന്നും അല്ല സംഭവിച്ചത്. അങ്ങനെ തന്നെയാ സംഭവിച്ചേ. നീ പോടാ. തലയ്ക്ക് വെളിവില്ലാതായപ്പോ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുന്നു. അങ്ങനൊന്നും അല്ല. ഞാൻ പറയാം. നീ മിണ്ടരുത്. മോള് പൊക്കോ പൊക്കോ. ഇനി ഇവൻ മനഃപൂർവ്വം കൊന്നതാണെന്ന് പറഞ്ഞു കളയും. അങ്ങനത്തെ അവസ്ഥയിലാ ഇവർ നിൽക്കുന്നത്. മോള് പൊക്കോ പൊക്കോ. മോള് പൊക്കോ. മിണ്ടരുത് നീ. പ്രതാപ, മോളെ ലക്ഷ്മി, വിഷ്ണുനാഥനെ കൊന്നത് ഞാനാടി. വാമദേവൻ പറഞ്ഞിട്ട് കൊന്നതാ ഞാൻ. എന്റെ കുഞ്ഞിന്റെ കുടുംബം തകർക്കുന്ന കാര്യങ്ങൾ നീ പറഞ്ഞ മകനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. പിടിച്ച് തീരിക്കും ഞാൻ, തീരിക്കും. അവിടെ കിടക്ക്. അയാൾ ഒരാളെ കൊന്നു എന്നൊക്കെ പറയുകയാണല്ലോ. ലോറി കയറ്റി കൊന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഡോക്ടർ. ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോഴും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. തലയിടിച്ചാണ് അയാൾ വന്നിരിക്കുന്നത്. ആ വീഴ്ചയിൽ അയാളുടെ സ്വബോധം നഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇനിയിപ്പോ പരിക്ക് പറ്റിയതൊക്കെ ഒന്ന് ഭേദമായ ശേഷം ഇവിടെ നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, മിസ്റ്റർ സാമുവൽ. അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കേവലം കൗൺസിലിംഗ് കൊണ്ടൊന്നും മാറത്തില്ല. മെഡിസിൻ അപ്ലൈ ചെയ്യണം. പിന്നെ അയാളുടെ ജീവിതത്തിൽ അതുപോലെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ പറയില്ല. മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള അവസ്ഥയിൽ വിളിച്ചു പറയുന്നത്. പ്രായം ചെന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? അവർ മരണത്തോടടുക്കുന്ന സമയത്ത് കുഞ്ഞുനാളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ടതുപോലെ പറയാറുണ്ട്. അതുമാത്രമായിരിക്കും ആ സമയത്ത് അവർ ഓർത്തെടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നല്ലതും ചീത്തയുമായ സംഭവങ്ങളായിരിക്കും ഇത്തരം സ്റ്റേജിൽ ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സമയത്ത് ലോറി ഡ്രൈവറായിരുന്ന അയാള് ലോറി ഇടിച്ച് ആരെങ്കിലും കൊന്നു കാണും. അത് എനിക്കറിയാത്ത കാര്യമാണ് ഡോക്ടറെ. അതേപ്പറ്റി അയാൾക്ക് നല്ല ബോധമുണ്ടെന്നാണ് തോന്നുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അയാൾക്ക് എന്തായാലും നല്ല ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അതേപ്പറ്റി മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി. മരുന്ന് കഴിച്ചിട്ടായാലും അച്ഛൻ്റെ ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരണം ഡോക്ടർ.